ജലദോഷപ്പനിയുടെ പ്രധാന കാരണം എന്താണ്? ഉത്തരം റൈനോ വൈറസുകൾ. താഴെ പറയുന്നവയിൽ സിഫിലിസിന് കാരണമാകുന്ന രോഗകാരി ഏതാണ്? ഉത്തരം ട്രെപ്പോണിമ പല്ലീഡം. ചെള്ളുകൾ പരത്തുന്ന രോഗം താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ടൈഫസ് പനി. താഴെ പറയുന്നവയിൽ വൈറസ് രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ഡിഫ്തീരിയ. സന്ധികളിലെ അണുബാധ, പരിക്കുകൾ, പ്രായാധിക്യം എന്നിവ മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഉത്തരം റൂമാറ്റിക് ആർത്രൈറ്റിസ്. താഴെ പറയുന്നവയിൽ ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏതാണ്? ഉത്തരം ജപ്പാൻ ജ്വരം. വൈറസ് രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ക്ഷയം. ടെറ്റനസ് ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ്? ഉത്തരം പേശികൾ. എലിഫന്റിയാസിസ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ഉത്തരം മന്ത്. താഴെ പറയുന്നവയിൽ ഏതു രോഗമാണ് MR പ്രതിരോധ കുത്തിവയ്പിൽ ഉൾപ്പെടാത്തത്? ഉത്തരം വില്ലൻ ചുമ. ക്ഷയരോഗത്തിന് കാരണമായ ബാക്ടീരിയ? ഉത്തരം മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. ശ്വാസകോശത്തിലെ വായു അറകളിൽ ശ്ലേഷ്മം അടിഞ്ഞുകൂടുകയും രോഗാണുക്കൾ പെരുകി ശ്വാസകോശത്തിന് വീക്കമുണ്ടാവുകയും ചെയ്യുന്ന രോഗം? ഉത്തരം ബ്രോങ്കൈറ്റിസ്. താഴെ പറയുന്നവയിൽ അയഡിന്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ക്രെട്ടനിസം, ഹൈപ്പോതൈറോയിഡിസം, ഗോയിറ്റർ. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് ഒരു നിശ്ചിത നിലയിൽ നിന്ന് താഴ്ന്നു പോകുന്ന അവസ്ഥ? ഉത്തരം അനീമിയ. ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്ന രോഗം? ഉത്തരം ഹീമോഫീലിയ. താഴെ പറയുന്നവയിൽ പുകവലി മൂലമുണ്ടാകുന്ന രോഗങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ സി ബ്രോങ്കൈറ്റിസ്. കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ടൈഫോയിഡ്. മാർജാര നൃത്ത രോഗം എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ഉത്തരം മീനമാത. സ്പോട്ടഡ് ഫീവർ എന്ന രോഗത്തിന് കാരണമായ രോഗാണു ഏതു വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഉത്തരം റിക്കറ്റ്സിയ. സിലിക്കോസിസ് എന്ന രോഗം ബാധിക്കുന്ന ശരീരത്തിലെ അവയവം ഏതാണ്? ഉത്തരം ശ്വാസകോശം. രാജകീയ രോഗം എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗം? ഉത്തരം ഹീമോഫീലിയ. കാരണമറിയാത്ത രോഗങ്ങൾ അറിയപ്പെടുന്ന പേര്? ഉത്തരം ക്രെപ്റ്റോജനിക് രോഗങ്ങൾ. രോഗങ്ങളുടെ രാജാവ് എന്ന് അറിയപ്പെടുന്ന രോഗം?
ഉത്തരം ക്ഷയം. ഹാഷിമോട്ടോ എന്ന രോഗം ബാധിക്കുന്നത് എന്തിനെയാണ്? ഉത്തരം തൈറോയ്ഡ് ഗ്രന്ഥി. അനോഫിലിസ് കൊതുക് കാരണമുണ്ടാകുന്ന രോഗം താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം മലമ്പനി. ഇളൻ ചുമ രോഗത്തിന്റെ രോഗകാരി ഏതാണ്? ഉത്തരം ബോർഡറ്റെല്ല പെർട്ടൂസിസ്. മൂത്രത്തിലെ ഗ്ലൂക്കോസിന്റെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള ടെസ്റ്റ്. ഉത്തരം ബെനഡിക്ട് ടെസ്റ്റ്. താഴെ പറയുന്നവയിൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് പരത്തുന്ന രോഗം ഏതാണ്? ഉത്തരം അരിമ്പാറ. ആരോഗ്യകരമായ ജീവിതത്തിനായി ഉത്തരം ഓപ്ഷൻ ഡി. ആവശ്യത്തിന് ഉറങ്ങുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, ജങ്ക് ഫുഡുകൾ ഒഴിവാക്കുക. താഴെ പറയുന്നവയിൽ ടൈഫോയിഡിന്റെ രോഗനിർണയ ടെസ്റ്റ് ഏതാണ്? ഉത്തരം വൈറൽ ടെസ്റ്റ്. പേവിഷബാധ എന്തിനെ ബാധിക്കുന്ന രോഗമാണ്? ഉത്തരം നാഡീവ്യവസ്ഥ. ഒരു ജീവിക്കോ രോഗത്തിനോ എതിരായി മാത്രം ഫലപ്രദമായി ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്കുകൾ അറിയപ്പെടുന്ന പേര്? ഉത്തരം ലിമിറ്റഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക്കുകൾ. താഴെ പറയുന്നവയിൽ ബാക്ടീരിയ രോഗങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ എ. ഗൊണേറിയ, സിഫിലിസ്. മലിനമായ കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം ഡയേറിയ, ടൈഫോയിഡ്, കോളറ. കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ എ. ടൈഫോയിഡ്, കോളറ, ഡിസെൻട്രി, മഞ്ഞപ്പിത്തം. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഡിഫ്തീരിയയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ഡി. ഒന്നാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും പ്രസ്താവനകൾ ശരിയാണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ എ. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. പേശീകോശങ്ങളിൽ ഊർജ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കായിക താരങ്ങൾ ഉപയോഗിക്കുന്ന രാസവസ്തുവായ സ്റ്റിറോയിഡിന്റെ ദോഷവശങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ എ. ഒന്നാമത്തെയും രണ്ടാമത്തെയും നാലാമത്തെയും പ്രസ്താവനകൾ. 1948 ഏത് ദിവസമാണ് ലോകാരോഗ്യ സംഘടന നിലവിൽ വന്നത്? ഉത്തരം ഓപ്ഷൻ സി. ഏപ്രിൽ 7. കാൽ വിരലുകൾക്കിടയിലും പാദങ്ങളിലും ചൊറിച്ചിലുണ്ടാക്കുന്ന അറ്റ്ലസ് ഫുട്ട് എന്ന രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? ഉത്തരം ഫംഗസ്. പ്രമേഹത്തിന് കാരണമാകുന്നത് ഏത് ഹോർമോണിന്റെ ഉൽപാദനം കുറയുന്നതാണ്? ഉത്തരം ഇൻസുലിൻ. ഇന്ത്യയിലെ ആദ്യ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായി പ്രഖ്യാപിക്കപ്പെട്ട കുടുംബാരോഗ്യ കേന്ദ്രം ഏതാണ്? ഉത്തരം കക്കോടി. ക്ഷയരോഗബാധ തടയാൻ ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ എന്താണ്? ഉത്തരം BCG. 2022 ഡിസംബറിൽ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്ത XBB
1.5 ഏത് രോഗത്തിന്റെ വകഭേദമാണ്? ഉത്തരം കോവിഡ്. നെവർ ടു ഏർലി നെവർ ടു ലേറ്റ് എന്നത് 2023 ഏത് ദിനാചരണത്തിന്റെ പ്രമേയമായിരുന്നു? ഉത്തരം ലോക അൽഷൈമേഴ്സ് ദിനം. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി. ഇവയിൽ ഏത് രോഗമാണ് MRI പ്രതിരോധ കുത്തിവയ്പിൽ ഉൾപ്പെടാത്തത്? ഉത്തരം വില്ലൻ ചുമ. ഇവയിൽ ഏത് രോഗവുമായി ബന്ധപ്പെട്ടാണ് മൾട്ടി ഡ്രഗ് തെറാപ്പി പ്രയോജനപ്പെടുത്തുന്നത്? ഉത്തരം കുഷ്ഠം. ഫോഗിംഗ് നടത്തുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്താണ്? ഉത്തരം കൊതുകുകളെ നശിപ്പിക്കാൻ. താഴെ പറയുന്നവയിൽ കൊതുക് പരത്തുന്ന രോഗങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ എ. എല്ലാ രോഗങ്ങളും കൊതുകാണ് പരത്തുന്നത്.